അതൊന്ന് പരിശോധിക്കേണ്ടതാണ്. പക്ഷേ വ്യാപകമായ ആക്ഷേപമുണ്ട്. ഈ കുട്ടികൾ പറയുന്ന ആശങ്കയിലും കുറച്ച് കാര്യമില്ലാതില്ല. കാരണം ഈ 24 ലക്ഷത്തോളം വിദ്യാർത്ഥികളിൽ എല്ലാവരും ഒന്നും ഈ ക്രമക്കേടിന് വിധേയമായവരല്ലല്ലോ. ഇതിൽ വളരെ കുറച്ച് പേരെ ഇവർക്ക് ബി ജെ പി ആഗ്രഹിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഈ ആരാണോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവർ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറേ സമയവും അവരുടെ അധ്വാനവും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതൊരു പ്രയാസകരമായ സാഹചര്യം തന്നെയാണ്. അത് കുറച്ചുകൂടി പഠിച്ച് നടപടി സ്വീകരിക്കേണ്ടതാണ്. ഞങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ട് കക്ഷി ചേരേണ്ട കാര്യങ്ങൾ ആലോചിക്കും. പക്ഷേ ഇതിനകത്ത് ഗവൺമെൻറ് ചെയ്ത ഒരു വല്ലാത്ത തെറ്റുണ്ട്. ഈ വിദ്യാർത്ഥികൾ 24 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചാണ് ഇവർ കളിച്ചത്. ഇതിൽ റിപ്പീറ്റ് ചെയ്തവരും റിപ്പീറ്റ് ചെയ്തവരും ഒക്കെ ഇല്ലേ? എത്ര വർഷത്തെ അവരുടെ അധ്വാനത്തെയാണ് ഇവർ നശിപ്പിച്ചത്. നമ്മളിപ്പോൾ ദേശീയ തലത്തിൽ, ഇപ്പോൾ കേരളത്തിലെ കുട്ടികളാണ് കൂടുതലുള്ളത്, ദേശീയ തലത്തിൽ എന്തെങ്കിലും ഇതിൻ്റെ നടപടികളൊക്കെ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഉണ്ട്. തുടർച്ച ഡൽഹിയിൽ തന്നെ DYFI SFI സമരം നേരത്തെ നടത്തി. വലിയ അക്രമത്തിന്, വലിയ പോലീസ് മർദ്ദനത്തിനൊക്കെ ഇരയായതാണ്. പാർലമെൻറ്റിനകത്ത് ഇന്ന് സഖാവ് A റഹീം ഉൾപ്പെടെ ഈ വിഷയം ഉന്നയിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മന്ത്രിക്കും അതുപോലെ ബന്ധപ്പെട്ടവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. നിയമപരമായിട്ടും ഈ വിഷയത്തെ DYFI നേരിടും. കുറേ കാലമായി ഇപ്പോൾ മലപ്പുറത്ത് നേരെ ഇങ്ങോട്ടാണ് വന്നത്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? പാലക്കാട് പിടിക്കാനുള്ള പരിപാടി ഞങ്ങൾ സ്ഥാനാർത്ഥിയാകുന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഇല്ല, അതൊന്നൊക്കെ പാർട്ടി ആലോചിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സംഘടനാ പ്രവർത്തനത്തിലാണ് DYFI ഊന്നുന്നത്. ഞങ്ങൾ എല്ലാ ജില്ലയിലും ഇതുപോലെ പോകാറുണ്ട്. എല്ലാ ജില്ലയിലും പോയി അവിടുത്തെ സംഘടനാ വിഷയങ്ങളിൽ ഇടപെടാറുണ്ട്. നമ്മുടെ സംഘടന ഇപ്പോൾ യുവതാര DYFIയുടെ മാസികയുടെ വരിക്കാരെ ചേർക്കുന്ന പ്രവർത്തനമാണ്. അതോടൊപ്പം ഞങ്ങൾ യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. പിന്നെ മേഖലാടിസ്ഥാനത്തിൽ പഠന ക്ലാസുകൾ ആരംഭിക്കുകയാണ്. അങ്ങനെ വിപുലമായ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് DYFI നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള യാത്രയാണ്. എന്ത് കേൾക്കുന്നത്? ഞാൻ കേട്ടിട്ടില്ല. അതെ, ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളങ്ങനെ പലതും കേട്ടതും കേൾക്കാത്തതും ആയി കുറേ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു നിർദ്ദേശവും ഇല്ല. നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കണ്ട. ശരി, തിരിച്ചു പോകും. ഇന്ന് തിരിച്ചു പോകും. ശരി.